Well, good morning. Good morning. Okay. എങ്ങനെയാ നിങ്ങളെ കഴിഞ്ഞ പ്രശ്നം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഞാനെടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ പോർഷൻസ് എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഹലോ, നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. ഇതെടുത്തില്ലായിരുന്നല്ലോ? ഇത് തുടങ്ങിയല്ലേ നമ്മള് എടുക്കേണ്ടത്? ഹലോ ഹലോ ഹലോ. ഓക്കെ, തുടങ്ങിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഈ ടോപ്പിക്. നമുക്ക് നോക്കാം. നമ്മൾ ഇത്ര നേരം കുറെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് നോക്കാം എങ്ങനെയാണ് ട്രെയിനിങ് കിട്ടുന്നത്. ചില സമയത്ത് ക്ലാസ്സിലൂടെയാണ് നമുക്ക് ട്രെയിനിങ്, അതിന്റെ എന്താ പറയുക, നമുക്ക് സ്കൂളിലൊക്കെ കോളേജുകളിലൊക്കെ അറിയില്ലേ, കോളേജുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അവിടെയൊക്കെ വെച്ച് നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ ബൈബിൾ പോലത്തുള്ള രീതിയിലൂടെയൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടും. എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് ഇവിടെ തരംതിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്, ദെൻ ഓഫ് ദ ജോബ് മെത്തേഡ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക, കോളേജ് അക്കാദമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴുള്ള ഒരു രീതിയാണ് നോക്കാം. In the on the job training method, the employees are trained on the job at their basis of working using actual tools, equipments, documents used by employees when they are fully trained. അതായത് നമ്മൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് അത് ശരിക്കുമുള്ള ജോബിന്റെ റൂളുകളും, അതായത് ഉപയോഗിക്കേണ്ട സാധനങ്ങളും എക്യുപ്മെന്റ്സും എന്തെല്ലാം മെഷീൻസ് ഒക്കെ വെച്ചിട്ടാണോ നമ്മൾ ആ ജോബ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് തരുന്നത്, അല്ലെ, ആ ട്രെയിനിങ് തരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, അതായത് JIT. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ദിസ് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. അതായത് നമ്മൾ ക്രമാനുഗതമായിട്ട് ഗ്രാജുവൽ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് നമ്മൾ അത് ലേൺ ചെയ്ത് വെക്കുകയാണ്, അതായത് മനസ്സിലാക്കി പോവുകയാണ്. ആ രീതിയിലൂടെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം തന്നെ ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ബേസിക് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഈ തട്ടിലുള്ള ട്രെയിനിങ് തന്നില്ല. അപ്പൊ ആദ്യം അതിന്റെ ബേസിക് തരും, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ ക്രമാനുസൃതമായിട്ട് ട്രെയിനിങ് കിട്ടുന്നതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അപ്രന്റീസ്ഷിപ്പ്. ഇത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, അല്ലെ. സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇത്ര വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കിട്ടും എന്നൊക്കെ പറയും, അല്ലെ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ദിസ് എ പേഴ്സൺ ഈസ് ലേണിംഗ് എ ട്രേഡ് ഫ്രം എ സ്കിൽഡ് എംപ്ലോയർ ഹാവിംഗ് എഗ്രീഡ് ടു വർക്ക് ഫോർ എ ഫിക്സഡ് പീരിയഡ് അറ്റ് ലോ വേജസ്. അതായത് നമ്മളുടെ പഠന ആ ഒരു ബേസിക് ആയിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കുറച്ച് നാളത്തേക്ക് കുറച്ച് സാലറിയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും. അതായത് അവിടെ ഒരു അപ്രന്റീസ്ഷിപ്പ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്താ സംഭവം, നമുക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്ന് ജോബ് തരുന്ന എംപ്ലോയേഴ്സിന് മനസ്സിലാവും. മറ്റ് കമ്പനികളിലോ മറ്റു ഫേമുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ജോബിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ എന്താ, നമുക്ക് അപ്രന്റീസ്ഷിപ്പ് കിട്ടിയതാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് നമ്മളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജോബ് ആണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് OJT എന്ന് പറയുന്നത് ജോബിനോടൊപ്പം തന്നെ, അതായത് പഠിക്കുന്ന കാര്യങ്ങളിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മേഖലകളാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ എന്ത് ഇതിലും പറയുമ്പോൾ അറിയില്ല, ഡിഗ്രിക്കാണെങ്കിൽ PGക്കാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു പ്രാക്ടിക്കൽ
ഇതുകൂടി നമുക്ക് തരാറുണ്ടല്ലേ. അത് തന്നെയാണ് ഈ ഓഫ് ദ ജോബ് മെത്തേഡിൽ സൂചിപ്പിക്കുന്നത്. In the off-the-job training method, the workers, employees learn their job roles away from the actual work floor. നോക്കാം, ലെക്ചേഴ്സ് സാധാരണ രീതിയിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതൊക്കെ സാധാരണ രീതിയിൽ ക്ലാസ് എടുത്ത് തരിക. അത് മാത്രമേ ലെക്ചർ വഴി നമുക്ക് മനസ്സിലാക്കി തരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഈ ജോബ് ചെയ്യേണ്ടത്. അതായത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അത് നെക്സ്റ്റ് അത് അങ്ങനെ പ്രൊഡക്ഷന്റെ ആ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇതാണ് അതിന്റെ കണ്ടീഷൻ. അതിനുശേഷം അതൊരു ഫിനിഷ് ലെവലിലേക്ക് എത്തുമ്പോൾ ഇത്തരം പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ ലെക്ചറിലൂടെ മനസ്സിലാക്കി തരുന്നത്. Then vestibular training. എന്താണ് vestibular training പറഞ്ഞത്? It is a classroom training which is often done with the help of the equipment and machines which are identical with those in use in the place of work. അപ്പോ അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റിബിൾ ട്രെയിനിങ്ങിൽ പറയുന്നത് ഇറ്റ്സ് ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. അതായത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് എക്യുപ്മെന്റ് ഇന്ത്യൻ എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഇതിന്റെ ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത്. തന്നെ ഈ മെഷീൻസ് ആണ് നെക്സ്റ്റ് ഫസ്റ്റ് പ്രോസസ്സിന് ശേഷം ഈ മെഷീൻസ് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പുകൾ നടത്താൻ പറ്റുക. അങ്ങനെ നമുക്ക് വിഷ്വലൈസും കൂടി ചെയ്ത് കാണിച്ചു തരുന്ന ഒരു മെത്തേഡിനെയാണ് വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. കോൺഫറൻസ് നമുക്കറിയാലേ, കോൺഫറൻസ് ഹാളിലൊക്കെ കോൺഫറൻസ് മെയിൻ ആയിട്ട് ആരെങ്കിലും ഹെഡായിട്ട് പഠിപ്പിക്കുന്ന ടെക്നീഷ്യന്മാരോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ വെച്ച് അതേപോലെ കുറെ സ്ഥലത്തും അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതും ഇതൊരു എന്താ പറയാ ക്ലാസ് റൂം പോലെ തന്നെ പറഞ്ഞു തരാനും ഒപ്പം തന്നെ ടെക്നിക്കലായിട്ട് കാണിച്ചു തരാനും ഒരു കോൺഫറൻസ് ഒരു ഹാളിൽ തന്നെ ഇതെല്ലാം സജ്ജീകരിച്ചു. അതിനുശേഷം നമ്മളെ ട്രെയിനിങ് ചെയ്ത് തരുന്ന ഒരു രീതിയാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. നമ്മളെപ്പോഴും അറിയാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ അല്ലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനോടുകൂടി എന്താ ചെയ്യാൻ പറ്റാന്നൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം ഇതെങ്ങനെ രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാം, അപ്പൊ അത് ഇത്ര ടൈമിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് ഇല്ലേ, അതിനെയാണ് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ. ദെൻ കേസ് സ്റ്റഡീസ്, ലേണിംഗ് ബൈ ഡൂയിങ്. അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതാണ് ഇന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക ഹൗസ് വൈഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കിച്ചണിൽ എന്തൊക്കെ ചെയ്തോളാം, ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യാ പഠിച്ചുകൊണ്ട് പോകും അല്ലെ എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിക്കുന്നില്ലേ. ദെൻ റോൾ പ്ലേയിങ്. നമുക്കറിയാം സാധാരണ രീതിയിൽ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ അറിയുന്ന ഒരു സംഗതിയാണ്. എന്താണ് റോൾ പ്ലേയിങ്? ക്യാൻ ബി ഡിഫൈൻഡ് as presenting to be someone else or presenting to be in a particular situation that you are not really at the time. അതായത് റോൾ പ്ലേയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിയൽ ആയിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ പറയും. നമ്മുടെ എക്സിബിഷനൊക്കെ നടത്തുമ്പോൾ അറിയില്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഒരു റോള് അതിന്റെ ഒരു മോഡലൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾക്കൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. Then programmed instruction. Programmed instruction consists a series of steps which are often set up through the central panel of an electronic computer as guide in the performance of a desired operation or a series of operations. And our creation is അപ്പം നോക്കിയേ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഓപ്പൺ സെറ്റപ്പ് ത്രൂ ദ സെൻട്രൽ പാനൽ ഓഫ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അതായത് പ്രോഗ്രാമിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു സിസ്റ്റം ആണ്. അതൊക്കെ ആ സിസ്റ്റത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ കുറെ പഠിച്ചു അല്ലെ, കുറെ പഠിച്ചു എന്താ പറയുക ഫ്രണ്ട് ഓഫീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ CR എന്നൊക്കെയാണ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ രീതിയിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ഇറ്റ് കൺസിസ്റ്റ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് വിച്ച് ആർ ഓഫൺ സെറ്റപ്പ് ഫോർ ദ സെൻട്രൽ പാനൽ ഓഫ് ആൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആസ് ഗൈഡ് ഇൻ ദ പെർഫോമൻസ് ഓഫ് എ ഡിസൈർഡ് ഓപ്പറേഷൻ ഓർ സീരീസ് ഓഫ് ഓപ്പറേഷൻ. എന്താണ് പ്രവർത്തനങ്ങൾ എന്ന് അതിന്റെ സെൻട്രലൈസ് വെച്ചിട്ടുണ്ടാവും, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് റൺ ചെയ്ത് പഠിക്കുന്നതാണ് എന്ത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കീ ഗ്രൂപ്പ് ട്രെയിനിങ്.
A training group or T group is a kind of learning based on experience. Participants work together in a small group of 8 or 14 people. Over an extended period, learning comes through analysis of their. അതായത് ടി ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 10-14 അങ്ങനെ ഒരു സ്മോൾ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. ഓൺ എക്സ്പീരിയൻസ് ഇൻക്ലൂഡിങ് ഫീലിങ്സ്, റിയാക്ഷൻസ്, പെർസെപ്ഷൻസ് ആൻഡ് ബിഹേവിയർ. അപ്പോ അതിൽ നിന്നും ആ ഗ്രൂപ്പുകള് നമ്മൾ തിരിച്ചതിന് ശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും പറയുക നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അതിനുശേഷമാണ് എന്താ ചെയ്യുന്നത്, ഇതിന്റെ നമ്മളുടെ പെർഫോമൻസുകളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിലെന്താ പറയുക, അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സംഭവം അവര് എന്തൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വികാരങ്ങൾ, അതായത് ഫീലിങ്സുകൾ എന്തെല്ലാം, ചിലപ്പോൾ ചൂടാണ് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ അത് ഭയങ്കര പേടിയാണോ, അങ്ങനത്തെ ഒരു റിയാക്ഷൻ പെട്ടെന്നുള്ള ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വന്ന പെട്ടെന്നുള്ള മാറ്റം എന്താണ്, അതിന് അതേപോലെ തന്നെ എന്തോ പറയാ ഇതില് പറയുന്ന ഒരു പേരുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നോക്കാം. എക്സ്പീരിയൻസ് ഇൻക്ലൂഡിങ് ഫീലിങ്സ്, റിയാക്ഷൻസ്, പെർസെപ്ഷൻസ് എന്ന് വെച്ചാൽ അർത്ഥം അതിന്റെ ധാരണകൾ, അതിന്റെ വ്യക്തമായ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരണകൾ. ബിഹേവിയർ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിന്റെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പൊരുത്തക്കേടുകളൊക്കെ സംഭവിക്കാം, നമ്മൾ എന്തൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ധാരണകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്തൊക്കെ റിയാക്ഷൻസ്, അതിൽ നിന്ന് എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വരാം, അനുകൂല സാഹചര്യങ്ങൾ വരാം, എന്തെല്ലാം ഫീലിങ്സ്, എന്തൊക്കെല്ലാം വികാരങ്ങളൊക്കെ വരാം എന്ന് ഈ 5 പേരും 14 പേരും ഗ്രൂപ്പായിട്ട് ഇരുന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് കുറെ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മളത് ക്യാച്ച് ചെയ്തെടുക്കുന്നു. അതാണ് ഒരു ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണ്. ഓർ ടി ഗ്രൂപ്പ് ഈസ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. കുറച്ച് വ്യക്തികളുടെ എക്സ്പീരിയൻസിൽ നിന്നും ലേൺ ചെയ്യുന്നത്, പഠിച്ചു വെക്കുന്നത്. പാർട്ടിസിപ്പൻസ് വർക്ക് ടുഗദർ ഇൻ എ സ്മാൾ ഗ്രൂപ്പ്സ്. ആ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരായിരിക്കും, ഓരോ 8-14 പീപ്പിൾസ്. അത് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഓവർ ആൻ എക്സ്റ്റെൻഡ് പീരിയഡ് ലേണിംഗ് കംസ് ത്രൂ അനാലിസിസ് ഓഫ് ദിയർ ഓൺ എക്സ്പീരിയൻസ്. അവരൊക്കെ എന്താ ചെയ്യുന്നത്, അവര് സ്വന്തം എക്സ്പീരിയൻസുകൾ അവര് ഡിസ്കസ് ചെയ്യും. ദെൻ ഇൻക്ലൂഡിങ്, അപ്പൊ അവര് അതിൽ എന്തൊക്കെ പെടും, ഇൻക്ലൂഡിങ് ഫീലിങ്സ്, അവരുടെ വികാരങ്ങള്, റിയാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂലമായ പ്രതികൂലമായ എന്തൊക്കെ ഇതുകൾ വന്നു എന്നുള്ളത്, പെർസെപ്ഷൻസ്, ധാരണകൾ. ഇതിനെ കുറിച്ച് ഇത്ര ഞാൻ ഇങ്ങനെയാ വിചാരിച്ചിരുന്നത്, പക്ഷെ ഇതല്ലല്ലേ ശരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ധാരണ മാറിക്കിട്ടുന്നത് അല്ലെ. അപ്പൊ അത്തരം എക്സ്പീരിയൻസുകൾ പേഴ്സൺസിന് ഉണ്ടായിക്കാണും. അപ്പൊ അവര് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ബിഹേവിയർ, ഇതിന്റെ ആ ഒരു ബിഹേവിയർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയാണോ ഇതിനെ സംഭവിച്ചിരുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു എനർജി, അതായത് ആ ഒരു ബിഹേവിയർ നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്തരത്തിലും ട്രെയിനിങ്ങുകളാണ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫേമുകളിൽ നിന്നും വലിയ ഒരു ജോബ് ട്രെയിനിങ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ്സ്. ഇതെല്ലാം എന്താ പറയുക, പരിശീലനം വെച്ച് കിട്ടുന്നതോ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കിട്ടുന്നതൊക്കെ അത്തരത്തിലുള്ള സമയങ്ങൾ. ഇതെല്ലാം മിക്കവാറും നമുക്കറിയാം, ചെറിയ കോളേജ് ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാവും, മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഉണ്ടാവും. അത്തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡുകളാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ്, നിങ്ങൾക്ക് എങ്ങനെയാ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ എടുക്കുന്നത്? ഓക്കെ. അപ്പോ മറ്റേ ജാസ്മിന് അവിടെ ഒന്നും ഇല്ലേ, തുഷാര മാത്രമേ ഉള്ളോ? ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. പെർഫോമൻസ് അപ്രൈസൽ. നമ്മൾ ഏതായാലും ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലിലേക്ക് പോകണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് എടുത്തു പോകുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോം ചെയ്യുന്ന ഒരു ഇതെന്ന് പറയില്ലേ, നമ്മൾ പ്രകടമാക്കുന്ന കാര്യങ്ങൾ, അതെല്ലാമാണ് നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം.
performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. അപ്പൊ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ ഒരു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പെർഫോം ചെയ്യുന്ന കാര്യം നിന്ന് വിലയിരുത്തുന്നത്, അതെന്താണ് വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആണ് എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട അതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ ഒരു ട്രെയിനിങ് ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സെലക്ട് ആണെന്ന് എങ്ങനെ തീരുമാനിക്കരുത്? അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പീരീഡില് അവരിൽ നിന്ന് പ്രകടമാകുന്ന പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അവർ പെർഫോം ചെയ്ത ടൈമിനുള്ളിൽ ഇത്ര എഫിഷ്യന്റ് ആയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചു എന്നുള്ള ഇതിന്റെ ബേസിലാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്, അല്ലെ? അതാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ആ പെർഫോമൻസ് കൊണ്ട് വിലയിരുത്തുന്ന ഒരു കാര്യം. അതെങ്ങനെയാണെന്ന് നോക്കാം. പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്, അതായത് അതൊരു ഇവാലുവേഷൻ, ഒരു ആ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ അളന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എത്രത്തോളം കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാ നോക്കാം. എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അറിയാം, ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് അവര് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ ഇത്രയും ഒരു 50 പ്രൊഡക്ഷൻ ഈ ഒരു 1 അവറിന്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, അതായത് വലിയ വലിയ സാധനങ്ങളാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കും അവരത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. അതായത് ആ പെർഫോമൻസ് അവരിൽ നിന്നും ആ എംപ്ലോയിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതനുസരിച്ചാണ് അത് അവർക്ക് കൊടുക്കുന്നത്. ഓരോ വ്യക്തിക്കും സ്റ്റാർട്ടിങ് ചെയ്യാനായിട്ടൊന്നും അല്ലെ വലിയ കാര്യങ്ങളൊന്നും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതേസമയം കുറച്ചുകൂടി ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ കൂടുതൽ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോ വ്യക്തിനെ അനുസരിച്ച് ആയിട്ടായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നോക്കാം. ദെൻ മെഷർ റിയൽ പെർഫോമൻസ്. അങ്ങനെ കൊടുത്തതിന് ശേഷം മെഷർ ചെയ്യുക, അവരെന്താ അളന്ന് നോക്കുക, എന്ത് റിയൽ ആയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ആ വ്യക്തി പെർഫോം ചെയ്ത്, എന്താണ് ആ വ്യക്തിയിൽ നിന്ന് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്ന് മെഷർ ചെയ്ത് നോക്കാം. കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്ഷൻ വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊടുത്തത്, ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വലായിട്ട് ആ വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന പെർഫോമൻസും ആ പ്രകടമാക്കിയിരിക്കുന്ന കഴിവും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുക. ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. ആ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അത് വിലയിരുത്തുക. ഇത് ഇത്രയും പോരാട്ടോ, അല്ലെങ്കിൽ ഇത്രയും ഓക്കെ, യു ആർ ഗ്രേറ്റ്, നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെ? അങ്ങനെ ആ വ്യക്തിയെ വിലയിരുത്തുക. നെക്സ്റ്റ്, ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റാതിരുന്നത്? കാരണം ഈ സ്പീഡിന് കാരണം ഈ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതായിരുന്നു. അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് പെർഫോമൻസ് അപ്രൈസൽ അവര് കൈകാര്യം ചെയ്യുന്നത്. അതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണോ? പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് എന്താണെന്ന് മനസ്സിലായോ? ഹലോ, മനസ്സിലായി. ഓക്കെ, അവര് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ദെൻ അവരുടെ റിയൽ ആയിട്ട് അവർ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ദെൻ കമ്പയർ ചെയ്യുക. പിന്നെ അതുമായിട്ട് എന്താ കമ്പയർ ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് പെർഫോമൻസ് അപ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മോട്ടിവേഷൻ. മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ നമുക്കറിയാം, അല്ലെ? മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ വരെയും ഇപ്പോൾ ഉണ്ട്, അല്ലെ? എന്ത് കാര്യത്തിന് നമ്മള് അലസമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവര് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നേടിത്തരുന്ന ഒരുപാട് ക്ലാസ്സുകൾ വരെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്താന്ന് ഒറ്റയടിക്ക് മനസ്സിലായില്ലേ? The goals of the individuals and the organization can be attained through pursuing workers towards a productive performance. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? വ്യക്തികളെ കൊണ്ട് ചെയ്യാനായിട്ട് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പുഷ്.
അപ്പൊ അതാണ് പറയുന്നത് ദ ഗോൾ ഓഫ് ദ ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെ ലക്ഷ്യങ്ങൾ ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ പെർസ്യൂഡിങ് വെക്കേഴ്സ്. അതായത് പെർസ്യൂഡിങ് എന്ന് ഉദ്ദേശിക്കുന്നതും ഈ മോട്ടിവേഷന്റെ അതേ മീനിങ് തന്നെയാണ്. വർക്കേഴ്സിനെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ള ഇത് ടുവേർഡ്സ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ്. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം എന്താണ്? നല്ല ഗുഡ് സർവീസ് പ്രൊഡക്റ്റ്, അതായത് നല്ല സർവീസ്, നല്ല സേവനം വ്യക്തിയിൽ നിന്ന് വേണം, അല്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ വേണം. അങ്ങനെയാണല്ലോ ഏതൊരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ പറയുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് കോൾഡ് മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം തന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഫിനിഷിംഗ് ലെവലിലേക്ക് നമ്മൾ ഇന്ന് എത്തിക്കില്ല അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമുക്കും അങ്ങനെ തന്നെയല്ലേ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്താ ആദ്യം തന്നെ നമ്മൾ സ്റ്റേജിന്റെ ഒക്കെ മുന്നിലേക്ക് പെട്ടെന്ന് വരാനൊക്കെ ആയിട്ട് ചെറിയ ക്ലാസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം അല്ലെ. മറ്റുള്ള ആരെയും നമുക്ക് ഇരിക്കാൻ ഒരു പേടിയില്ലാത്ത ഒരു ടൈം അതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കയറി 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 വരുമ്പോഴാണ് ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. അതുമാതിരി തന്നെ ഏത് ഇതിനും എന്താണ് ആദ്യം ഒരു ചുവടുവെപ്പ് കൊടുത്തതിന് ശേഷമാണ് അവര് ഫൈനലായിട്ട് നല്ല പുഷപ്പ് ചെയ്തിട്ട് നല്ല മോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നത്. അപ്പൊ അതാണ് അതിനെ പറയുന്ന പേരാണ് മോട്ടിവേഷണൽ പ്രോസസ് എന്ന്. It attacks and begins action and also acts as a factor in the continuation of activity until objectives have been attained. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് അവരുടെ ലക്ഷ്യം, അതായത് എംപ്ലോയർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് have been attained until, അതായത് അതുവരേക്കും ഒബ്ജക്റ്റീവ്സ് എന്താണോ ലക്ഷ്യം എംപ്ലോയർ ഉദ്ദേശിക്കുന്നത് അതുവരേക്കും ഇവരെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ള പ്രോസസ്സാണ് ഈ മോട്ടിവേഷനിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അതിലെന്താണ് പറയുന്നത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ എന്താണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് മോട്ടിവേഷനിലുള്ളത് നോക്കാം. It is the purpose of motivation to create conditions in which people are willing to work with the passion, initiative, interest, and enthusiasm with a high personal and group moral satisfaction, with a sense of responsibility, loyalty, and discipline, and with pride and confidence in a most coherent manner, so that the goal of an organization are attained effectively. വലിയൊരു ബിഗ് സെന്റൻസ് ആണ്. കോമേറ്റ് അങ്ങനെ വായിക്കുക. അപ്പൊ നമുക്ക് പകുതി അങ്ങനെ മനസ്സിലാക്കി പോകാം. എന്താണ്? ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് മോട്ടിവേഷൻ ടു ക്രിയേറ്റ് കണ്ടീഷൻസ് ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് അല്ലെ. പീപ്പിളിനെ കൊണ്ട് വിൽ ചെയ്യുന്ന നമുക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണാനായിട്ടുള്ള രീതി എന്നൊക്കെ പറയില്ലേ, അതുമാതിരത്തെ രീതിയിലേക്ക് ആക്കിയിടുക. ടു വർക്ക് വിത്ത് പാഷൻ. അവരെ എന്താ പറയുക അതിലേക്ക് എന്താ പറയുക നമ്മളൊരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടാവണം എന്ന് പറയും. നമുക്ക് അതിനോടൊരു മമത അതൊക്കെ ഉണ്ടാവണം. ഇനീഷ്യേറ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്താണുണ്ട് നമുക്ക് ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരാൻ മാതിരി ഒരു ആ പ്രോസസ്സിലേക്ക് ഇൻട്രസ്റ്റ് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നാൻ അല്ലെങ്കിൽ അതിനോട് ഒരു മമത തോന്നാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവര് ആദ്യം തന്നെ പ്രാപ്തരാക്കും. വിത്ത് ഹൈ പേഴ്സണലായിട്ട് തന്നെ അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഓരോ വ്യക്തി എന്ന നിലയിൽ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് നമുക്ക് എന്താ കൂടുതൽ സംതൃപ്തമായിട്ട് നമുക്ക് ഒന്നിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടാറില്ലേ. പക്ഷെ ഞാൻ അത് പുഷപ്പ് ചെയ്ത് എനിക്ക് പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നേടിയെടുത്താണ് അത് നമുക്ക് ഭയങ്കര ബെറ്റർ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നത്. വിത്ത് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഒപ്പം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റിയോ എന്തൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടും അല്ലെങ്കിൽ കൃത്യമായ ഒരു ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ നല്ല അടുക്കൻ ചുറ്റിയോട് കൂടിയിട്ട് അത് ചെയ്യാനുള്ള രീതിയും കൂടിയും അതിനോടൊപ്പം തന്നെ ആ ഇൻട്രസ്റ്റീവ് സബ്ജക്റ്റിലേക്ക് നമ്മളെ വരുത്തുന്നുണ്ട്. ആൻഡ് വിത്ത് പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ് ഇൻ എ മോസ്റ്റ് കോൺഫറന്റ് മാനർ, സോ ദാറ്റ് ദ ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ അറ്റൈൻഡ് എഫക്റ്റീവ്ലി. അങ്ങനെ വരുമ്പോൾ അത് കാര്യക്ഷമമായിട്ട് ഓർഗനൈസേഷന് തന്നെ, അതായത് നമുക്ക് ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വേണം അല്ലെ, നമുക്കൊരു താല്പര്യം വേണം, അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ അത് ഇൻട്രസ്റ്റ് ആക്കി എടുക്കണം. നെക്സ്റ്റ് നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ നല്ല അടുക്കും ചുറ്റിയോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് തരും.
അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കാം, ഓർഗനൈസേഷൻ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ ടെക്നിക്സ് ആർ ടു പെർസ്യൂഡ് എംപ്ലോയി ഗ്രോത്ത്. എംപ്ലോയിയുടെ ശരിക്കും പറഞ്ഞ ഗ്രോത്ത്, വളർച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയി അറിയാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നേടിയെടുക്കുകയാണ്. അത് പെട്ടെന്ന് നേടിയതല്ല, പുഷ് എന്താ പറയുക, നമ്മളെ പ്രചോദിപ്പിച്ച് ഇത് ചെയ്ത് എന്താ പറയുക, കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്ത് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ഓൾറെഡി ആ വ്യക്തിയെ ഫീൽഡിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിനെയാണ് ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എടുത്തു പോണതിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാവാൻ പോകുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ബോറടിച്ചു തുടങ്ങിയ ഉണ്ടോ? കുഴപ്പമില്ല, ഓക്കെയാണ്. ഹലോ, എടുത്തോട്ടെ ഞാൻ അടുത്ത ടോപ്പിക്. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻഡ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. മാനേജ്മെന്റിന്റെ ഒരു ടെക്നിക്കുകൾ എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റ്സ്, അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആക്കി തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അത് നോക്കാം നമുക്ക്. അപ്പൊ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് നമുക്ക് നോക്കാം. സച്ച് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി, വേജസ് ആൻഡ് സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എക്സെട്ര. അപ്പൊ ഇത് നമുക്കറിയാം, വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഇതുകൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് രണ്ട് രീതിയിലും കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് നമ്മള് കൈയടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ പുഷ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഫിനാൻഷ്യലി സപ്പോർട്ടും കൂടി ചില സമയത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഫിനാൻഷ്യലി മോട്ടിവേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആവശ്യമാണ് അല്ലെ? എന്ത് കാര്യത്തും ചെയ്യുന്നതിനും ഫിനാൻഷ്യലി വേണം. ഫിനാൻഷ്യൽ കപ്പാസിറ്റിയോട് കൂടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് എംപ്ലോയർ തരുന്നുണ്ടെങ്കിലും അത് നമ്മൾ കൂടുതൽ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്രയും വർക്ക് കൂടുതൽ അവർക്ക് കിട്ടുകയും ചെയ്യും, നമ്മൾക്ക് എന്താ പറയുക ക്യാഷിന്റെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് മോട്ടിവേഷൻസ് ഇസ് ലിങ്ക്ഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി. മണിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഇതിനുണ്ടായിരിക്കും. എങ്ങനെയെന്ന് നോക്കിയാൽ വേജസ് ആൻഡ് സാലറി, ചിലപ്പോൾ വേജസ് ഒക്കെ കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ സാലറിയിൽ കൂട്ടി കൊടുക്കാം. ദെൻ ബോണസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ എന്താ പറയാ, ഓണം വന്നോ ക്രിസ്മസ് ഒക്കെ വരുമ്പോ നമുക്കൊരു ചെറിയ ബോണസ്, ചെറിയൊരു എമൗണ്ട് ഒരു പാരിതോഷികമായിട്ട് തരാം. പ്രോഫിറ്റ് ഷെയറിങ്, എന്തെങ്കിലും എന്താ പറയുക ബിസിനസ്സിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവര് ഒരു നിശ്ചിത ഭാഗം എന്താ പറയുക എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ള ലേബലിൽ വരും. ദെൻ ലീവ് വിത്ത് പേ, നമ്മളിപ്പോ ചിലപ്പോ ചില റീസണബിൾ ആയിട്ടുള്ള ടൈമുകളിലൊക്കെ അവരെന്ത് ചെയ്യും, ലീവ് തരും, ലീവ് അനുവദിക്കും. ഒപ്പം വിത്ത് പേ എന്ന് പറയുമ്പോൾ അന്നത്തെ സാലറിയോട് കൂടിയേ ലീവ് അനുവദിക്കും. ചില സാഹചര്യങ്ങൾ, ഇപ്പൊ ചിലവര് മരിച്ചു, അല്ലെങ്കിൽ നമ്മളെ നല്ല ഫസ്റ്റ് കസിൻസ് ഒക്കെ തന്നെ വയ്ക്കും, അങ്ങനെയൊക്കെ വരുമ്പോ ആ ടൈമിൽ നമുക്കൊരു ലീവ് വേണം അല്ലെ? ഫസ്റ്റ് ആയിട്ട് 1-2 ലീവ് ഒക്കെ വേണം. പക്ഷെ ആ ലീവിനൊന്നും അവര് സാലറിയൊന്നും കട്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെ തരുമ്പോ എന്ത് ചെയ്യും, എംപ്ലോയീസിന് ആ സ്ഥാപനത്തിനോട് ഒരു മമത, അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു താല്പര്യം ഉണ്ടാകും. അത് തന്നെയാണ് എംപ്ലോയർമാരുടെ ആവശ്യം. അപ്പൊ അത് നമുക്ക് തരുമ്പോഴാണ് അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് എംപ്ലോയീസിന് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, നമ്മളിപ്പോ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കേണ്ടത്, അതായത് ചികിത്സ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനികൾ ചിലപ്പോൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആ ബില്ലുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് തിരിച്ചു കിട്ടും. ആ കമ്പനിയിൽ കൊണ്ടുപോയി നമ്മൾ ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നുവെങ്കിൽ അവിടെ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കമ്പനിക്കാര് ആ പേ നമുക്ക് അനുവദിച്ചു തരും. അതിനെയാണ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു മോട്ടിവേഷൻ നടത്താനായിട്ട് ഇപ്പൊ ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറിയിൽ എംപ്ലോയീസ് തയ്യാറാവും എന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. These motivators are not linked with monetary rewards. അതായത് മണിയുമായി ബന്ധമില്ലാത്ത ഒരു മോട്ടിവേഷൻ ആണ്. അതെന്താന്ന് നോക്കാം. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. നമ്മളെ എന്താ
ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പുകഴ്ത്തിക്കൊണ്ടിരിക്കും, നമ്മളെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഒന്ന് പുകഴ്ത്തി നമ്മളെ പ്രിസ്റ്റീജ് ഒക്കെ ഒന്ന് ഉയർത്തി, അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്, ഫസ്റ്റ് ഇത് പോയിന്റ് പറയുന്നത്. Then next, status and pride. അതെങ്ങനെയെന്ന് നോക്കാം. A management often satisfies these needs by establishing status symbols and distinction in the organization by supplying costly furniture, carpets on floor, pictures on the wall, a personal assistant, etc. അതായത് ഒരു എംപ്ലോയർ നന്നായിട്ട് അവരെ വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ കൈയടിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ് ഇച്ചിരി കൂടി ഹയർ ലെവലിലേക്ക് പോവുകയാണ്. ഹയർ ലെവലിലേക്ക് അവരെന്താണ് തീരുമാനിക്കുന്നത്, ചിലപ്പോഴൊക്കെ അവരെന്ത് ചെയ്യും, സ്റ്റാറ്റസ് സിമ്പിൾ കൊടുക്കും. ഇന്ന പേഴ്സണെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, അവർക്ക് ഒരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൊക്കെ കൊടുത്ത് ഒരു സിമ്പിളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അവരെ കയറ്റിവിടും. അപ്പൊ അവർക്കൊരു നല്ല ലെവലിലാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യണേന്നുള്ള ഒരു എന്താ പറയുക, ഒരു നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു കപ്പാസിറ്റി വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതില്ലേ, അതിനെ ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ദെൻ എന്താ പറയുക, കാർപ്പറ്റ്സ് ഓൺ ഫ്ലോർ. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ട് നമ്മളിപ്പോ തന്നെ ഒരു രാജ്യസഭയിലൊക്കെ കണ്ടല്ലോ, ഏതാണ് ചുമന്നത് പച്ച എന്നൊക്കെ പറഞ്ഞ ഓരോ വിഭാഗങ്ങളിലേക്ക് തിരിക്കുന്ന മാതിരി, അത് അത്രയും പൊസിഷനിലുള്ള രീതിയിലേക്ക് ഇരിക്കുന്ന വ്യക്തികൾക്ക് അത്തരം കളറിലുള്ള കാർപ്പറ്റ്സ് ഒക്കെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിയാൽ അവരൊക്കെ ഇച്ചിരി കൂടി ഹൈ പൊസിഷനിലുള്ളവരാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ തരംതിരിച്ച് കാണിക്കാനായിട്ട് തുടങ്ങും. അതായത് ചിലപ്പോ ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കയറി പോണവരായിരിക്കും കേട്ടോ. അപ്പൊ അവർക്കത് അവിടെ വരെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആ എംപ്ലോയിക്ക് എന്താണ്, ഇത്രയും ടാർജറ്റ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ലെവലിലേക്ക് ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. അതായത് ആ കളറിലുള്ള കാർപ്പറ്റിലുള്ള ചെയേഴ്സിൽ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റും എന്നൊക്കെ ഉള്ള ആ ഒരു ലെവലിലേക്ക് ഇവര് മാറ്റിയിരിക്കും. പിക്ചേഴ്സ് ഓൺ ദ വാൾ, അതൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അവർക്ക് അത്തരം പിക്ചേഴ്സ് ഒക്കെ അനുവദിക്കും. അതായത് ഭയങ്കര ഒരു എന്താ പറയുക, കഴിവുള്ള വ്യക്തിയെന്ന് തെളിയിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അവിടെ അവരുടെ ഭിത്തിയിലൊക്കെ പതിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ എന്താണ്, ആ പേഴ്സൺ ഒരു എന്താ പറയുക, ഇച്ചിരി കൂടി ഒരു ഇത് കഴിവുണ്ടെന്ന് തോന്നുന്ന ഒരു ഇതിലേക്ക് ആവും, ആ ലെവലിലേക്ക് അവരെത്തും. അതൊക്കെയാണ് ശരിക്കും എംപ്ലോയർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വ്യക്തിക്കും കിട്ടും. പേഴ്സണൽ അസിസ്റ്റന്റ്, ചിലപ്പോഴൊക്കെ ഇവർക്ക് ഒരുപാട് ലോഡ് വർക്കുകളൊക്കെ കൂടുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും, എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൊടുക്കും. ഇതൊന്നും ശരിക്കും മണിയുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഇവര് മണിയൊന്നും കിട്ടുന്നില്ല, അവര് ഫിനാൻഷ്യലി ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. പക്ഷെ ഇവരുടെ സ്റ്റാറ്റസ് ഈഗോ എന്നൊക്കെ പറയില്ല, അതൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നും ഇവരെന്താ പറയാ, കൂടുതൽ പ്രൊഡക്റ്റോ കൂടുതൽ സർവീസ് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ, കിട്ടിയോ ആ പോയിന്റും? ഹലോ, ഓക്കെ. ദെൻ കോമ്പറ്റീഷൻ, ഞങ്ങൾക്കറിയാം മത്സരമാണ്, എവിടെയും മത്സരമാണ്. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു compete with one another if they feel they have a chance to win and satisfy their ego. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഈഗോ, എനിക്ക് ആ ലെവലിൽ എത്തിയിട്ടില്ലല്ലോ, ഞാൻ അവിടെ എല്ലാം ഇരിക്കാതെ ഇവരൊപ്പം ഞാൻ കയറിയതാണല്ലോ, എനിക്ക് ഇത്രയും പ്രൊഡക്ഷനിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചുള്ളൂ, അല്ലെങ്കിൽ എന്റെ സർവീസ് ഇത്രയും അങ്ങോട്ട് കൈകാര്യം ചെയ്യാനുള്ള പറ്റും, അങ്ങനെ ഒരു ഈഗോ ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ ലെവൽ മെച്ചപ്പെടുത്തുന്നു. അതാണ് ശരിക്കും കോമ്പറ്റീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് വിത്ത് വൺ അനദർ. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇത് ഉണ്ടാവില്ല. ഇഫ് ദേ ഫീൽ ദേ ഹാവ് ചാൻസ് ടു വിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ. പക്ഷെ അവര് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ, ഇപ്പൊ നമ്മളൊപ്പം കയറിയ വ്യക്തിക്ക് അങ്ങനെ ഒരു പൊസിഷൻ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ അതോറിറ്റികളിൽ ഡെലിഗേറ്റ് ചെയ്ത് വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഡെലിഗേഷൻ ഓഫ് substantial amount of responsibility to carry out a given task often proves to be a strong motivating force. കൂടുതലായിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെ വിഭജിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ പറയില്ലേ, നിങ്ങളുടെ അണ്ടറിൽ ആർക്കൊക്കെ വേണമെന്ന് വെച്ച് വിധിച്ചു കൊടുത്തോ, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ
എംപ്ലോയീസിന് അത്രയും ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. നമ്മുടെ കീഴിൽ കുറച്ച് വ്യക്തികളുണ്ട്, സബോർഡിനേറ്റ് ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് ഇത്തരം തൊഴിലുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള പൊസിഷനിലേക്ക് ഞാനായി അല്ലെ. അപ്പൊ അത്രയും നമ്മുടെ ആ ഒരു എഫേർട്ട് കൊണ്ടാണ് നമ്മൾ ആ ലെവലിലേക്ക് എത്തി എന്നുള്ള തോന്നല് ഇവർക്ക് വരുത്തുന്ന വിധത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ ആണിത്. അപ്പോൾ അതാണ് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ക്യാരി ഔട്ട് എ ഗിവൺ ടാസ്ക് often proves to be a strong motivation force. ഈ ടാസ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ പ്രവർത്തികൾ ചെയ്ത് നേടിയെടുക്കാനായിട്ട് കൂടി അവർക്ക് ഇങ്ങനെയൊരു അവസരം കൊടുക്കുകയാണ്, അതോറിറ്റി കൊടുക്കുകയാണ്. പാർട്ടിസിപ്പേഷൻ എന്താ നോക്കാം. ഇറ്റ് ഇംപ്ലൈസ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ആക്ടിവിറ്റി, പെർട്ടിക്കുലർലി ഇൻ ദാറ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ എങ്ങനെയും പങ്കാളിത്തം മറക്കരുത്. എന്താ ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കുന്നതിന് ചില എംപ്ലോയീസിനെ കൂടിയും പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്കത് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്, അത് ആ ബിസിനസിനോട് അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഇംപ്ലൈസ്, ഇത് നടപ്പാക്കാൻ എത്താം ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇംപ്രൂവ്മെന്റ്. നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടുകളിൽ നമ്മളുടെ ഇന്ന രീതിയിലൂടെയാണ് ചെയ്യാന്നൊക്കെയുള്ള ഒരു നമ്മൾക്കും കൂടി ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ തരികയാണെങ്കിൽ അതൊരു പ്രത്യേക മോട്ടിവേഷൻ സ്കില്ലാണ്. അപ്പൊ എന്താ പറയുന്നത് ഇൻവോൾവ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ആക്ടിവിറ്റി, പർട്ടിക്കുലർലി ഇൻ ദാറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു അവസരം തരികയാണെങ്കിൽ അതൊരു അല്ല. ഇത്ര നേരം നമ്മൾ എന്താ പറയുന്നത് മാനേജ്മെന്റ് ടെക്നിക്കൽ ഇൻക്രീസ് മോട്ടിവേഷന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് കൂടുതൽ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്ന മാതിരി തന്നെ ഇവിടെ പറഞ്ഞു പോണത് നമ്മുടെ ഡിസിഷൻ എടുക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം നമുക്ക് അനുവദിക്കുമ്പോഴും അത് നമുക്കൊരു കൂടുതൽ സർവീസ് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ആ ബിസിനസിനോട് പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് എംപ്ലോയീസിനെ പ്രാപ്തരാക്കിയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് enlargement. It is the process of increasing the complication of the job with a view to appealing to their higher orders needs of workers. അതായത് ഇതൊരു പ്രോസസ് ആണ്. ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പൊ ജോബിന് ഇങ്ങനെ എന്തെങ്കിലും ഇതൊന്ന് ഈ ടാർഗറ്റ് ചെയ്യാനായിട്ട് വരുന്നതിന്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ കേസോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപ്പീലിംഗ് ടു ദ ഹയർ ഓർഡേഴ്സ് നീഡ് ഓഫ് വർക്കേഴ്സ്. അപ്പൊ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ്. ഇന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അപ്പൊ ആ ഒരു ഇതുകളൊക്കെ മാറും. അപ്പൊ അവർക്ക് കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുകയാണ്. ജോബ് enlargement, it is a horizontal expansion of duties and tasks across the same organizational level. ഇത് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാൻ എന്താണ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് അക്രോസ് ദ സെയിം ഓർഗനൈസേഷൻ ലെവൽ. അതേ ഓർഗനൈസേഷനിലെ ലെവലിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ പരസ്പരം കൈകാര്യം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ജോബ് നേടിയെടുക്കാം. ജോബിന്റെ ഈ ഓപ്പർച്യൂണിറ്റീസ്, ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ സർവീസ് കൂടുതൽ നേടിയെടുക്കാം അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് ജോബ് എൻലാർജ് ചെയ്യുക, അതായത് ജോബിനെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെയും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും കൂടി നമ്മൾക്ക് എന്താ പറയണ ഇതിലേക്ക് കേട്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ദെൻ ജോബ് റൊട്ടേഷൻ നമുക്ക് നോക്കാം. ചിലപ്പോഴൊക്കെ എന്താ പറയാ നമ്മൾ ഏത് നേരവും ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് നമുക്ക് ആ പ്രൊഡക്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതുള്ളൂ എങ്കിൽ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ഒരു കുറച്ച് കൂടുതൽ വരെയാണെങ്കിൽ കുറച്ച് ഇത് അത്യാവശ്യം ഇത്തരം പ്രൊഡക്ഷൻ ഇത്തരം സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവര് നല്ലൊരു ഷിഫ്റ്റിലേക്ക് നമ്മൾ ഇത് ചെയ്യും. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആണ്, അപ്പൊ കൂടുതൽ ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മളത് നന്നായിട്ട് തന്നെ ബെറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, കുറച്ച് സമയം കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഡേ ഷിഫ്റ്റിലേക്കൊക്കെ മാറ്റുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താ പറയുന്ന ഒരു മോട്ടിവേഷനാണ്. അത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡേ ഷിഫ്റ്റ് കിട്ടിയത് എന്നുള്ള ഒരു രീതിയിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കുന്നതാണ്. പിന്നെ ജോബ് എൻറിച്ച്മെന്റ്, ഇത് ഞാൻ വായിച്ചിരുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ
So to reduce monotony and boredom, to increase the skill and knowledge of the employee about a related job is the main objectives of a job rotation. അപ്പൊ ഞാൻ പറഞ്ഞ ഷിഫ്റ്റിന്റെ ഒരു ഇത് പറഞ്ഞു. അതിനെ പോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് ഈ കുറച്ചും കൂടി കൂടുതൽ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് വേണ്ടി ടു ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയി അബൌട്ട് റിലേറ്റഡ് ജോബ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ജോബ് റൊട്ടേഷൻ. അതായത് കൂടുതൽ ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കും ചിലപ്പോൾ ആ ഷിഫ്റ്റിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ബേസിക്കലി ഏതായാലും കഴിഞ്ഞതിന് ശേഷം അവര് ഏബിൾ ആണെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിലേക്ക് നമുക്ക് കിട്ടാം. അപ്പൊ അതൊരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ആണ്. Then job enrichment. It is a form of changing or improving a job so that a worker is likely to be more inspired. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, ഫ്രം ചേഞ്ചിങ് ഇംപ്രൂവിങ് എ ജോബ് സോ ദ വർക്കേഴ്സ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. നമുക്ക് പ്രചോദനം തരുന്ന രീതിയിൽ, നമുക്ക് ഉദ്ദേശം തരുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചെടുക്കുക. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി. ഇപ്പൊ ചിലപ്പോണെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടീസ് ഒക്കെ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പരസ്പരം ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അപ്പൊ നമുക്കൊരു ആശ്വാസമാണ്, അല്ലെ? നമുക്ക് ഇച്ചിരി കൂടി അവർക്കും കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മനോഭാവം വരും. അതാണ് അത് വികസിപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. The employees is provided with opportunities for greater recognition, advancement, growth and responsibility. അതേമാതിരി തന്നെ നമുക്ക് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ നേരത്തെ തന്നെ നമുക്ക് കുറച്ച് പേയ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, അതേമാതിരി തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ലീവ് എടുക്കുക, അങ്ങനെയൊക്കെ പോകുന്നവർ പല പല ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് 2 ദിവസത്തേക്ക് ഒരു ഓഫർ കിട്ടും, അങ്ങനെയൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ the goal of job enrichment is not just to make the work more varied but to turn every employee a manager. ഗോൾ എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെന്റ് ഇസ് നോട്ട് ജസ്റ്റ് മേക്ക് ദ വർക്ക് മോർ വാരിഡ്, അത് കുറച്ച് വ്യത്യസ്തമായിരിക്കും, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി. ടു ടേൺ എവറി എംപ്ലോയി മാനേജർ, അതായത് ഓരോ വ്യക്തിക്കും പല രീതിയിലായിരിക്കും, അല്ലെ? ചില വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ ചിലപ്പോൾ ഇത്ര വർക്ക് കഴിഞ്ഞിട്ട് ലീവ് അനുവദിക്കുള്ളൂ, അതേസമയം എല്ലാ വ്യക്തികൾക്കും അത് അനുവദിക്കണം എന്നില്ല. അപ്പൊ അത് വ്യത്യസ്തമായിരിക്കും. മാനേജറും എംപ്ലോയും തമ്മിലുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തം. അതായത് എംപ്ലോയി ഏബിളാന്ന് കഴിഞ്ഞാൽ മാത്രമേ മാനേജറിന് അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, reinforcement. A power motivation tool is a reinforcement. It is based on 2 principles. 2 principles കൂടിയാണ് ഇത് പറയുന്നത്. That behavior which seems to lead to a positive consequence tends to be repeated. അതായത് 2 രീതി, ഇതും കൂടി വായിച്ചു നോക്കാം. By behavior that seems to lead to a negative consequence tends not to be repeated, and therefore it is possible to influence people's behavior only by providing the properly scheduled rewards. അതായത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി എവിടെ നിന്ന് കിട്ടണം? നമ്മുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഫേമിൽ നിന്ന് കിട്ടണം, അല്ലെ? അപ്പൊ അത് കിട്ടുമ്പോ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെ? അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പോകണം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് സാഹചര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റില്ല, അല്ലെ? അപ്പൊ therefore it is possible to influence people behavior only by providing the properly scheduled rewards. അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്ന രീതിയിലുള്ള റിവാർഡ്സ് മാത്രമേ എംപ്ലോയേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. നെഗറ്റീവ് എനർജി ചിലർ പറയില്ലേ, എന്താ പറയുന്ന ഒരു സാധാരണ ലാംഗ്വേജ് പറയാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറയില്ലേ, അതായത് അവർക്ക് എന്താ പറയുക ഇൻക്രീസ് ചെയ്യാൻ, അവരുടെ കഴിവ് വികസിപ്പിക്കുന്ന രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് വേണം എംപ്ലോയേഴ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പോസിറ്റീവ് എനർജി ആണോ കിട്ടുന്നതെന്ന് ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ. It may mean opportunities for advancement, creative task and a successful career to a young and
entrant. Flexible working hours under this system, the employees are free to choose with certain limitations at what time they begin and quit their job each day. അതായത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ജോലിക്കും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇല്ല, അതല്ലേ? അത് ഏത് ജോലി ചെയ്യുന്നവരെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയാം, അല്ലെ? അത് അതിൻ്റെതായ ഒരു മേന്മയുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പൊ എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്, ചില ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചില ജോലി എന്ന് പറയുന്നത് പ്രോപ്പർ കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോ ആ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് സക്സസ്ഫുൾ കരിയർ ടു എ യങ് എൻട്രാക്ട്. നമുക്ക് പറ്റാവുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെല്ലാം ഈ എംപ്ലോയീസ് കൊടുക്കുക. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള അവേഴ്സ്. നമുക്ക് എപ്പോഴും ഒരു ഡ്യൂട്ടി തന്നെ, അതായത് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി തന്നെ ചെയ്യാന്ന് പറയുന്നത് എംപ്ലോയീസിന് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ അവേഴ്സുകളൊന്ന് മാറ്റി കൊടുക്കുക. എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ്, അവർക്ക് ചിലപ്പോണെങ്കിൽ ചൂസ് ചെയ്യാനുള്ളത് അനുവദിക്കുക, അല്ലെ? ചിലപ്പോഴൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നവരില്ല. അപ്പൊ ചില ടാർഗറ്റുകൾ ചെയ്യാനായിട്ട് ഞാൻ ഏബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, അത് ഞാൻ ചെയ്തോളാട്ടാന്ന് പറയും, അല്ലെ? ഈ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോ ഒരു സ്ഥാപനത്തിൽ അവസരങ്ങൾ ഉണ്ട് എങ്കിൽ അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ചൂസ് അത് എംപ്ലോയീസിന് അനുവദിക്കുക. വിത്ത് എ സർട്ടൻ ലിമിറ്റേഷൻ അറ്റ് വാട്ട് ടൈം ദേ ബിഗിൻ. ഒപ്പം തന്നെ എന്തൊക്കെ ഇത് ബിഗിൻ ചെയ്യേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ലിമിറ്റേഷൻ, അതെങ്ങനെ പാളിപ്പോയാൽ ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ സംഭവങ്ങളിലൊക്കെ എന്താ സംഭവം, അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു കോർഡിനേറ്റ് ആയിരിക്കും, അല്ലെ? അതിങ്ങനെ ഏകോപിച്ച് പോയാൽ നമുക്ക് കറക്റ്റ് റണ്ണിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു വർക്കിന്റെ ഒരു ക്വാളിറ്റിയാണ്. അത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോയാൽ വർക്കേഴ്സിന് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം മെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം ഇപ്പൊ അതിനിടയിൽ ഒരു കൊളാഷ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ അനുവദിക്കുക, ഷിഫ്റ്റുകൾ എടുക്കാൻ അനുവദിക്കുക. ഒപ്പം തന്നെ തുടങ്ങുന്ന പേഴ്സൺസ് തുടങ്ങാനായിട്ട് ഇപ്പൊ ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ എൻഡിങ്, അതെല്ലാം അങ്ങനെ ഒന്നിച്ച് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെയാണോ? മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, അല്ലെ? പക്ഷെ ഇത് എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ എന്നൊക്കെ പറയുന്നത് അത് ഓരോ കമ്പനിക്കും ഓരോ ഫേമിനും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അത് ഓരോ ഫേമിന്റെയും ഓരോ ഡ്യൂട്ടിയുടെയും ബേസ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെതായിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഴ്സ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ പറഞ്ഞത്. ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അവർക്ക് കുറച്ച് പൊസിഷനൊക്കെ കൊടുത്ത് കുറച്ച് ലേബലൊക്കെ, അതൊരു വലിയ കസേരയൊക്കെ കൊടുക്കുന്ന പറയുക, വലിയ പോട്ട് കൊടുത്ത് ഒരു സിംബൽ കൊടുത്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് വികസിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക റൊട്ടേഷനൊക്കെ കൊടുത്ത് എന്തെങ്കിലും പല പല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്നത്. ചെയ്യണോ? എംപ്ലോയീസ് മോറൽ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ക്ലോസ് ചെയ്യാം. അതായത് ഈ ഇത് നമുക്ക് തീർക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്തത് വേറെ പോർഷൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് നോക്കാമല്ലോ. നിങ്ങൾക്ക് കുറച്ച് എന്തായാലും ഇത് തീരുന്നിട്ട് വേണം നിങ്ങൾക്ക് ഏതെങ്കിലും രൂപമൊക്കെ ശ്രമിക്കാൻ, അല്ലേ? അപ്പൊ അത്യാവശ്യം ഇത് കുറച്ചും കൂടി തീർക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തേല്? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ എംപ്ലോയീസ് മോറൽ എന്താന്ന് നോക്കാം. അതും കൂടി നമുക്ക് ഉള്ളു ഇതില്. അപ്പൊ അത് കഴിച്ചു വെച്ചേക്കാം. എന്താണെന്നോ employees moral means a feeling of enthusiasm, confidence in the individual or a group that they will be able to handle the task allotted to them. Moral is a mental condition or attitude of individuals and a group that determine their readiness or to cooperate.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ എംപ്ലോയിയുടെ ഒരു സത്യസന്ധമായ ഒരു കാര്യങ്ങളിലൂടെയാണ് നാം എല്ലാ പ്രവൃത്തിയും ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു ആത്മാർത്ഥത എന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ദ ഗ്രൂപ്പ് ദേ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ദ ടാസ്ക് അലോട്ടഡ് ടു ദം. നമുക്ക് തരുന്ന കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. മോറൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ. നമുക്ക് ഒരു പേടിച്ച് നമുക്ക് ഏതെങ്കിലും ജോലി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലെ. പ്രധാനം എപ്പോഴും അതിനോട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവണം അല്ലെ. എന്തായാലും ഒരു ജോലിക്ക് നമ്മൾ കയറുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവും, അതെല്ലാ പേഴ്സണും നാച്ചുറലി ഉള്ളതാണ്. പക്ഷെ നമ്മൾ അതിനോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ കയറി കുറച്ച് ആ സ്റ്റാർട്ടിങ് പ്രോബ്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും അല്ലെ. അങ്ങനെയാണ് ആ ജോബ് നമുക്ക് ക്യാഷ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. Morris mental condition or attitude of individual and group that determine their readiness to cooperate. അവരോട് അപ്പൊ എല്ലാവരോടും സഹകരിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. Then good moral is evidenced by employee enthusiasm, voluntary conformance with the regulations and orders, and a readiness to cooperate with the other to accomplish of an organizational object. ഗുഡ് മോറൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തെളിവെന്ന് പറയുന്നത് എംപ്ലോയീസ് എന്താ വോളണ്ടറി സ്വന്തമായിട്ട് നമുക്കൊരു ഇതുണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം. വിത്ത് റെഗുലേഷൻ ഓർഡേഴ്സ് ഈ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ റൂളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മിങ്കിൾ ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെ പോകാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്താലാണ് ആ സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അത് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ മനസ്സിലാക്കി പറഞ്ഞത്. എംപ്ലോയീസ് ഗ്രീവൻസ് നോക്കാം എന്താണ്. എ കംപ്ലൈന്റ് ദാറ്റ് അഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രീവൻസ്. A complaint becoming grievance when this discontent ഇതെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് മനസ്സിലാവും. അതായത് റിഗാർഡിംഗ് വേജസ്, നമുക്ക് ഒരു കൃത്യമായ ഒരു ശമ്പളം അല്ലെങ്കിൽ കൃത്യമായ മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൃത്യമായ വർക്കിംഗ് കണ്ടീഷൻ ഇതെല്ലാം വേണം അല്ലെ. ഒരു എംപ്ലോയീസിന് അവിടെ ജോലി ചെയ്ത് പോകണമെങ്കിൽ എന്താ പറയണേ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പേടിച്ചിട്ടുണ്ട് നമുക്കൊരു ജോലിക്ക് പോകാനായിട്ടൊന്നും നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകളെല്ലാം മെഷീനറികളെല്ലാം പ്രോപ്പർലി നമുക്ക് യൂസ് ചെയ്യുന്നതിന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു കൃത്യമായി എന്താ പറയുക വേജസ് ഒക്കെ കിട്ടിയിരിക്കണം അല്ലെ. അതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ നന്നായിട്ട് ജോലി ചെയ്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പറയുന്നത് കംപ്ലൈന്റ് ദാറ്റ് എഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന്. അങ്ങനെയുള്ള കംപ്ലൈന്റ് ഒരാൾക്ക് മാത്രമല്ല ഒന്നിച്ചുള്ള വ്യക്തികൾക്കായിരിക്കും അത് സംഭവിക്കുക. കംപ്ലൈന്റ് മേ ബിക്കം എ ഗ്രീവൻസ് when this discontent which is mostly associated with the വർക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പൊതുവെ കംപ്ലൈന്റ്സ് ഒക്കെ വരിക അല്ലെ. എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തു, അതിനുള്ള സാലറി ഇല്ല, അല്ലെങ്കിൽ ഇത്ര ഷിഫ്റ്റുകൾ ഞാൻ ചെയ്തു, അതിനുള്ള വേജസ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും എല്ലാവർക്കും കൂടി അനുകൂലമായ ഒരു തീരുമാനം. ഇറ്റ് ഇസ് ബോട്ടഡ് ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. Grievance is a written complaint filed by an employee and claiming unfair treatment. ആരും പേടിക്കാതെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് തയ്യാറാണ്. കോസ് ഓഫ് ഗ്രീവൻസ് ഇങ്ങനെ സംഭവിക്കും കാരണം ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസ് ആണ് റിഗാർഡിംഗ് വേജസ്, സൂപ്പർവിഷൻ. നമ്മളെ പേടിച്ച് എപ്പോഴും ഒരു നമ്മൾ പേടിക്കുന്ന രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ സൂപ്പർവിഷനിലൊക്കെ വന്നുകൊണ്ടിരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, തന്നെ ജനറൽ വർക്കിംഗ് കണ്ടീഷൻ, സാധാരണ രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാതെ കളക്റ്റീവ് ബാർഗെയിനിങ്, ഇതൊക്കെ ഇത്രയും നിങ്ങൾ എപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിയോട് താല്പര്യം ഉണ്ടാവും ഇല്ല. നമുക്കത് ഭയങ്കരമായിട്ട് ബാർഗെയിനൊന്നും നമുക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. Then the grievance redressed machinery workers effectively, it satisfactorily resolve most of the dispute between labor and management. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താ തൊഴിലാളികളും മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ്മെന്റിൽ നമ്മളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം എംപ്ലോയീസിന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം എംപ്ലോയീസിനും കൊടുക്കണം. എങ്കിലും മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ക്ലോസ് ചെയ്യാണ്. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാനും കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ. ഒപ്പം ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനൊപ്പം കൂടുതലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൊഴിൽ തരുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പൊ അതില് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കരിയർ ആണ് കിട്ടാൻ, ആ ജോലി എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കിയിട്ടാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. എങ്ങനെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ നമുക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സ്പീഡിലൊക്കെ ഉണ്ടോ ഞാനിത് എടുത്തത്? പക്ഷെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ശരിക്കും ട്രെയിനിങ് എങ്ങനെയാ കിട്ടുന്നത്, സെപ്പറേഷൻ എന്താണ്, എന്താണ് നമ്മളെ തരുന്ന ശരിക്കും പറഞ്ഞ ഒരു ജോലി. അതില് ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ സ്ഥാപനത്തില് എന്താ പറയുക കുറെ ബോണസ് കിട്ടി നമ്മളെ കയറ്റുകയും ചെയ്യും, ചിലപ്പോഴൊക്കെ താഴ്ത്തുകയും ചെയ്യും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് അച്ചീവ് ചെയ്യുന്നത് എനിക്കും എപ്പോഴും മാക്സിമം പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുക അല്ലെങ്കിൽ മാക്സിമം സർവീസ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അപ്പോ എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മളാണ് എംപ്ലോയീസ് ആയിട്ട് ചെല്ലുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകണം. എവിടെ ചെന്നാലും ഒരു ജോലിക്ക് അതിൻ്റെതായ കുറെ ഇതുകളൊക്കെ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മിക്കവാറും ജോലിക്ക് ചെല്ലുമ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് അല്ല, ചിലപ്പോ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചില തൊഴിലിലേക്ക് നമ്മൾ പോയത് നല്ല പ്രോപ്പർ ആയിട്ട് പോകണം. കാരണം അത് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും മറ്റുള്ള വ്യക്തികളുടെ നമ്മളുടെ സപ്പോർട്ടൊക്കെ ആയിരിക്കും. ഒരിക്കലും എന്താ പറയുക, ഒന്നും ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നാം ക്യാച്ച് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അറിവ് നേടുക, ഒപ്പം പ്രാക്ടിക്കലി നമ്മളത് യൂസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എടുത്തട്ടെ ക്ലാസ്? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ബൈ. താങ്ക് യു ടീച്ചർ.